ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പം എന്തൊക്കെ ഇവരെ കണ്ടോ ഉപയോഗിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഏകദേശം 4 വർഷമാവും. റിയലി വർക്ക്സ് വെൽ ഫോർ മീ. വാങ്ങിച്ചിട്ട് ഓരോരുത്തർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്, എനിക്കും പറ്റിയിട്ടുണ്ട്. ഹായ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ദിസ് ഈസ് ദില ഹിയർ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ഇൻക്ലൂഡിങ് മീ. നമുക്ക് ഏത് കളർ അണ്ടർടോൺ അനുസരിച്ച് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യണം, എൻ്റെ സ്കിൻ കളറിന് എന്താ പറ്റിയത്. അപ്പം ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് ഓരോരുത്തർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്, എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പം ഏത് കളർ വാങ്ങണം അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. അപ്പൊ അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ സ്കിൻ കെയർ ടിപ്സ് ആയിരിക്കും പറയാൻ പോകുന്നത്, ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, ഗോ ഹിറ്റ് ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ മേടിക്കാൻ പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ സ്കിൻ ടോൺ എന്താണ്, അണ്ടർടോൺ ഏത് കളറാണ്, ഏത് കടയിൽ പോയാണ് വാങ്ങേണ്ടുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ച റിവ്യൂസ് പറഞ്ഞുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് അല്ല, അടുത്തതിന് ഓപ്ഷന് പോവാണോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണുമല്ലോ എന്താ വാങ്ങേണ്ടുള്ളത്. എന്നിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ ഓൺലൈൻ പർച്ചേസിന് പ്രിഫർ ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഷെയ്ഡ് അറിഞ്ഞുകൂടെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഓൺലൈൻ, ബെറ്റർ യൂസ് എന്താ പറയുക ഓഫ്ലൈൻ, കടയിൽ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ കടയിൽ പോയാണ് ആദ്യം ട്രൈ ചെയ്തത്. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ ഒരു ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്, இந்த വീഡിയോയിൽ കാണാം. വാച്ച് ടിൽ ദ എൻഡ്, ഓക്കെ, ദെൻ യു ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ ചെയ്യും, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും പിന്നെ നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മീ. ആൻഡ് പല ടൈപ്പ് ഉണ്ട് ഫൗണ്ടേഷൻ. ഡബിൾ കവറേജ് ഉണ്ട്, മീഡിയം കവറേജ് ഉണ്ട്. എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ ആണ്. അപ്പൊ ഞാൻ അതിനനുസരിച്ചുള്ള ഓരോ ഷെയ്ഡുകളുണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലർക്ക് ബീജ് ആയിരിക്കും, അങ്ങനെ പലർക്കും പല ഷെയ്ഡാണ്. ചിലർക്ക് ഒരുപാട് ഫൗണ്ടേഷൻ വേണ്ട, ചിലർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യില്ല, എന്താ പറയുക കൺസീലർ കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. ജീവിക്കുന്നവര് കൺസീലർ കൊണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അത് അവരുടെ, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല, യൂസ് കൺസീലർ. കാരണം എന്റെ ഫേസിന് അത് മതി. പക്ഷെ എല്ലാവരുടെ ഫേസിന് അങ്ങനെ ആവണമെന്നില്ല. പലർക്കും പല സ്കിൻ കണ്ടീഷൻസ് ആണ്. അപ്പൊ ചിലർക്ക് ഇത് ഇട്ടിട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഒരു ബിൽഡബിൾ കവറേജ് തോന്നുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് നോക്കുന്നതെന്ന്. നമ്മുടെ സ്കിന്നനുസരിച്ച് ഇപ്പൊ നമുക്ക് ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഡ്രൈ സ്കിൻ അനുസരിച്ച് ഉണ്ട്. അതൊന്നും കൂടെ നോക്കി വേണം മേടിക്കുക. പൊതുവെ ആളുകൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അവർ ഏത് സ്കിന്നിനാണ് പറയല്ലേ, സ്കിന്നിന് പറ്റിയ കെയർ കൊടുത്താലേ സ്കിൻ കെയർ പ്രോപ്പർ ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് തന്നെ ചെയ്യണം. ലിക്വിഡ് ഉണ്ട്, എയറി മാറ്റ് ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടുതലും ഈ ലിക്വിഡ് എന്ന് പറയുന്നത്, ലിക്വിഡ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. സോറി ഇഫ് യു ഗൈസ് ആർ യൂസിങ് ഇറ്റ്. ലിക്വിഡ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, വെള്ളം കണക്കിരിക്കുന്ന, അത് ഇട്ട് കഴിയുമ്പോൾ വലിയ ഒരുമാതിരിയില്ല, ഓയിലി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് ഫൗണ്ടേഷൻ അതുകൊണ്ട് അത് ആദ്യം ഇഷ്ടമല്ലാണ്. പിന്നെ ഞാൻ കണ്ടുപിടിച്ചാണ് എനിക്ക് പറ്റിയ സ്കിൻ ടോണിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എയറി മാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കോമ്പിനേഷൻ സ്കിന്നിനും ഓയിൽ സ്കിന്നിനും ബെസ്റ്റാണ്, ഓയിൽ ഫ്രീ ആണ്, കേക്ക് ഒട്ടും ആവാതെ, നോൺ കേക്കി അല്ല, ഭയങ്കര അൾട്രാ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്കും അതായിരിക്കും നല്ലത്. ഈ ലിക്വിഡ് ഫൗണ്ടേഷനൊക്കെയായി നിങ്ങൾക്ക് ഒരു മേറ്റ് ഫൗണ്ടേഷൻ, എയറി മാറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും, ഒരു മാറ്റ് ഫിനിഷ് തരുന്നതായിരിക്കും നല്ലത്. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ, ക്യൂട്ടാണ്, ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും. ഇതാണ് ലാക്മിയുടെ എക്സ്ട്രാ ഓർഡിനറി എയറി മാട്രിയൽ മൗസ് എന്ന് പറയും. ഇതാണ് അതിന്റെ ഷെയ്ഡ്, ക്ലാസിക് ഐവറിയാണ് 01. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം 4 years ആവും. ഇതിന് 2 or 4 ബോട്ടിൽസ് ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ 2 ഉള്ളൂ. കാരണം ഇത് നമ്മൾ എപ്പോഴും ഞാൻ ഇടാറില്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ ലാസ്റ്റ് ചെയ്യും. എപ്പോഴും ഞാൻ സ്റ്റോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീപർച്ചേസ് ചെയ്ത ഐറ്റങ്ങളിൽ ഒരു ലിസ്റ്റിൽ ഇതുള്ള സാധനം ഇതാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, മേക്കപ്പ് ഇട്ടെന്ന് അറിയത്തതേ ഇല്ല, ഭയങ്കര മാറ്റ് ഫിനിഷ് ലുക്ക് വരും. നമുക്കൊരു എയർ ബ്രഷ് മേക്കപ്പ് ഒക്കെ ചെയ്താൽ പക്ഷേ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, അൾട്രാ ലൈറ്റ് വെയിറ്റ്, എന്നാൽ ഫെദറി ലൈറ്റ് എന്നൊക്കെ പറയുന്ന കണക്കാണ് ഇത്. പക്ഷെ ഇത് ഞാൻ ഒരു കാര്യം പറയാം, ബിൽഡബിൾ കവറേജ് തരത്തുള്ളൂ, ഭയങ്കര ഹെവി ഇത് തരത്തില്ല കേട്ടോ. ഹെവി കവറേജ് ഒന്നും ഇതിന് പ്രതീക്ഷിക്കരുത്. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ വേറെ എനിക്ക് ഷെയ്ഡ്സ്, കാരണം എന്റെ സ്കിൻ ടോണിലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് അങ്ങനെയുള്ള നോർമലി നല്ല റിവ്യൂ ആണ്, എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതല്ലാതെ വേറൊരു ഫൗണ്ടേഷൻ ഐ ആം നോട്ട് എന്താ പറയാ, ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത്. എനിക്ക് മാറ്റണമെന്നേ തോന്നിയിട്ടില്ല, അത്രയ്ക്ക് അടിപൊളി ആയതുകൊണ്ടാണ് മാറ്റണമെന്ന് തോന്നാതെ ഞാൻ എപ്പോഴും ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പാക്കേജിങ് ഭയങ്കര ക്യൂട്ടാണ്, ബോൾ ഷേപ്പ്. ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 800+ ആണ്. ഐ ഗസ് ഞാൻ വാങ്ങുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഞാനിത് ഓഫറിനാണ് മേടിക്കുന്നത്. ഓഫർ വരുമ്പോഴത്തേക്ക് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ എനിക്കൊന്ന് 500 സംതിങ് ഒക്കെ ഈ നൈക്കിൽ സെയിലൊക്കെ വരത്തില്ലേ, അങ്ങനെ പർപ്പിൾ നൈക്കിലൊക്കെ അങ്ങനെയാണ് ഞാൻ വാങ്ങാറ് നോർമലി. അല്ല, ഞാൻ 800 ആദ്യം വാങ്ങിച്ചപ്പോൾ 800 വാങ്ങിച്ചു, കാരണം എനിക്ക് അത്ര അത്യാവശ്യമായിരുന്നു ഒരു ഫൗണ്ടേഷൻ. പിന്നെ എനിക്ക് മനസ്സിലായല്ലോ ഇതെന്റെ സ്കിൻ ടൂൺ ആണെന്ന്.
അപ്പോൾ പിന്നെ ഇത് റീപർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പം സോ അതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ഇഫ് യു ആർ. പിന്നെ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മൾ സ്കിന്നിൻ മെയിൻ ബേസ് ആണ് മേക്കപ്പിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ലത് ഇട്ടാലേ കാര്യമുള്ളൂ. അല്ലാതെ ഈ ലോക്കൽ സാധനങ്ങളൊക്കെ ഇടുന്നത് നല്ലതല്ല, വളരെ എസ്പെഷ്യലി നമ്മുടെ ഫേസിൽ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയുക, ആൻഡ് നിങ്ങൾ ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം.